നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് SSLC കഴിഞ്ഞിട്ടും +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇനി എങ്ങോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള പല ചിന്തകളും നമ്മുടെ തലയിൽ. ഏത് ഗ്രൂപ്പ് എടുക്കണം എന്നതിനെ കുറിച്ചുള്ള പല ആശങ്കകളും വരുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം. പക്ഷെ ഇന്നത്തെ തലമുറ വളരെ ബെറ്ററായി മാറിയിട്ടുണ്ട്. കാരണം തങ്ങൾ എങ്ങോട്ട് പോകണം, ഏത് രീതിയിലേക്ക് തങ്ങൾ ചലിക്കണമെന്ന് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. 10ാം ക്ലാസ്സും +2 കഴിഞ്ഞാൽ ഇനി എന്തു പഠിക്കണം? വിദ്യാർത്ഥികളുടെ സംശയം തീർക്കുന്നതിന് വേണ്ടി ലക്ഷ്യ 2024 പാലക്കാട് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ബാലസമാജ അംഗങ്ങൾക്കായി നടത്തിയ ലക്ഷ്യ 2024 ശില്പശാല പാലക്കാട് NSS യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കമ്മിറ്റി അംഗം K ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ച ശില്പശാലയിൽ KBS അക്കാദമി ചെയർമാൻ ശ്രീജത്ത് S നായർ ക്ലാസ് നയിച്ചു. യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ മോഹൻദാസ് പാലാട്ട്, P സന്തോഷ് കുമാർ, പ്രതിനിധി സഭാ അംഗങ്ങളായ C കരുണാകരൻ ഉണ്ണി, V രാജമോഹനൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് J ബേബി ശ്രീകല, ഖജാൻജി വത്സല ശ്രീകുമാർ, നോർത്ത് യാക്കര കരയോഗം സെക്രട്ടറി MP കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ഏതെല്ലാം വിഷയത്തെക്കുറിച്ച് പഠിക്കണം, ഏതെല്ലാം കോഴ്സുകൾ എടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ശില്പശാലയാണ് നടത്തിയത്. വളരെ ഗുണകരമായ ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നെയായിരുന്നു സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഉത്തരമായും രക്ഷിതാക്കളും ഇതിനോടൊപ്പം പങ്കുചേർന്നിരുന്നു. അവരുടെ സംശയങ്ങൾക്കും ഉത്തരം ഈ ശില്പശാലയിലൂടെ ലഭിക്കുകയുണ്ടായി. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഴിവിനനുസരിച്ച് ഏത് വിഭാഗത്തിൽ പഠിപ്പിക്കണം, ഏത് കോഴ്സ് പഠിപ്പിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ക്യാമ്പിലൂടെ, ഈ ശില്പശാലയിലൂടെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അറിവ് പകരാൻ നല്ലൊരു ശില്പശാലയായി മാറിയെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഇത്തരത്തിലുള്ള വളരെ ഉപകാരപ്രദമായ കോഴ്സുകൾ അല്ലെങ്കിൽ ശില്പശാലകൾ ഇനിയും സംഘടിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ആവശ്യത്തോടു കൂടിയാണ് ശില്പശാലയിൽ നിന്നും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മടങ്ങിപ്പോയത്. ഏതായാലും മോട്ടിവേറ്ററുടെ ക്ലാസ് വളരെ ഗുണകരവും വളരെ ഉപകാരപ്രദവും വളരെ നല്ല ക്ലാസ്സും ആയിരുന്നുവെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു. ഇത് സംഘാടകർക്ക് ഏറെ സന്തോഷവും അഭിമാനവും പകർന്നു നൽകുന്നതായിരുന്നു എന്ന് ഇതിൻ്റെ സംഘാടകരും പ്രത്യേകം എടുത്തു പറഞ്ഞു. ദിശാബോധമില്ലാത്ത യാത്രയാണ് പലപ്പോഴും ആരെയും ഉന്നതിയിൽ എത്തിക്കാത്തതെന്ന് മോട്ടിവേറ്റർ ക്ലാസ്സിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. നമ്മൾ നല്ല ദിശാബോധവും ലക്ഷ്യബോധവും വെച്ചുകൊണ്ട് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളത് നോക്കി അതിനനുസരിച്ചുള്ള കോഴ്സുകൾ എടുത്താൽ ഉന്നത വിജയം കൈവരിക്കാൻ യാതൊരു വിഷമവും ഉണ്ടാവുകയില്ലെന്നും അദ്ദേഹം ശില്പശാലയിൽ ക്ലാസ് എടുക്കവേ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇത് നല്ലൊരു ക്ലാസ്സായി മാറി.